ഞാൻ നിങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്താം. ജീവിതത്തിൽ വലിയ രോഗപരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന 34 വയസ്സുള്ള, ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയാറുള്ള മുണ്ടക്കുറ്റിയുള്ള മർഹൂം അബൂബക്കർ KC അബൂബക്കർ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മോൾ സുനീറ. അള്ളാഹു തആല ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. വലിയ പരീക്ഷണ ഘട്ടത്തിലാണ്. ഏകദേശം ഒരു വർഷം മുമ്പ് കോവിഡിൻ്റെ 2ാം ഘട്ടത്തിൽ ആരോ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിളി വന്നതാ. അസിസ്ക, ഞാനൊരു രോഗിയാ, നിങ്ങളൊന്ന് എന്നെ കാണാൻ വരണേ. കാണാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്ന പ്രിയപ്പെട്ട 34 വയസ്സുള്ള വളരെ സൗന്ദര്യമുള്ള ഒരു യുവതി എന്നോട് പറഞ്ഞു, അസിസ്ക, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. എനിക്ക് അത്ഭുതം തോന്നിയില്ല. ഒരുപാട് ക്യാൻസർ രോഗികളുമായി ഇടപഴകുകയും അവരുടെ വിഷയത്തിലൊക്കെ ഇടപെടാൻ അല്ലാഹു തആല ചെറിയ തൗഫീക്ക് തന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയില്ല വർത്തമാനം. പറയുക വീണ്ടും, ഞാൻ ഒരിടത്ത് ക്യാൻസറുള്ള രോഗിയല്ല, ഞാൻ 5 ക്യാൻസറുള്ള രോഗിയാണ്. എൻ്റെ ബ്രസ്റ്റിൽ ക്യാൻസർ അസിസ്ക, എൻ്റെ ചെസ്റ്റിലേക്കും ക്യാൻസർ പടർന്നു, എൻ്റെ ഷോൾഡറിലേക്കും അത് വ്യാപിച്ചു. ഇപ്പോൾ എൻ്റെ 5 ക്യാൻസർ കൊണ്ട് ഞാൻ എൻ്റെ ശ്വാസകോശത്തിലേക്കും അത് പരന്നിട്ടുണ്ട്. എനിക്ക് ആരുമില്ല അസിസ്ക. എൻ്റെ ഭർത്താവ് ജോലി ഉപേക്ഷിച്ച് എന്നെ പരിചരിക്കാൻ വേണ്ടി കൂടെ വന്നിരിക്കുക. ഒരു ഗതിയുമില്ല മുന്നോട്ട് പോകാൻ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ തലയിൽ ഒരു മുടി പോലും ഇല്ല. ഞാൻ സുനീറെ തന്നെ നോക്കി നിന്നു. അപ്പം എന്നോട് പറയാ, നിങ്ങൾ വന്നതൊരു 3-4 മാസം മുമ്പായിരുന്നെങ്കിൽ എന്നെ കാണാൻ ഇതിനേക്കാൾ സൗന്ദര്യമുണ്ടായിരുന്നു. എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയതാ. ഇത് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ പ്രിയപ്പെട്ട മാതൃഹൃദയം വിതുമ്പുന്നുണ്ട്. തൊട്ടടുത്തുന്ന പ്രിയപ്പെട്ടവളുടെ ഈ സങ്കടമോർത്ത് തേങ്ങിക്കരയുന്നുണ്ട്. സുനീറൊക്കെ കുലുക്കമില്ല. സുനീർ എന്നോട് പറയാ, ക്യാൻസറിന്റെ ഏറ്റവും അതിവിദഗ്ധനായ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡോക്ടർ ഗംഗാധരൻ ഡോക്ടർ, അദ്ദേഹവുമായി ഞാൻ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്തു, വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്തു. എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടി. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി. പ്രിയപ്പെട്ട പെങ്ങളോട് പറഞ്ഞു, ജീവിതത്തിന്റെ ഏതറ്റം കൊണ്ടുപോയും ചികിത്സിക്കാൻ KMCC കൂടെയുണ്ട്, നിങ്ങൾ തളർന്നു പോകരുത്, നമ്മൾ കൂടെയുണ്ട്. അങ്ങനെ പിറ്റേന്ന് വീണ്ടും കോൾ വരിക, ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നില്ല അസിസ്ക. എന്തുപറ്റി? ഗംഗാധരൻ ഡോക്ടറുടെ ഒരു അപ്പോയിൻമെന്റ് കിട്ടിയിട്ട് പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയുന്ന വർത്തമാനോ, എനിക്ക് കോവിഡ് പോസിറ്റീവാ, ഞാൻ കോവിഡ് കേന്ദ്രത്തിലേക്കുള്ള യാത്രയിലാണ്. വീണ്ടും പരീക്ഷണ. അതൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് വീണ്ടും പറയുക, ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അസഹ്യമായ വേദന എൻ്റെ ശരീരത്തിൽ, ശരീരമാസകലം കുമിളകൾ വന്നു, വല്ലാത്ത വേദനയുണ്ട് അസിസ്ക. ഞാൻ മേപ്പാടി വിംസിലാണ് ഉള്ളത്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ക്യാൻസർ മാറുമെന്ന്. വ്രണം വന്നാൽ, ഇതുപോലെയുള്ള കുമിളകൾ വന്നാൽ ഒരു വശത്തെ എൻ്റെ ഒടുക്കത്തെ വേദനയായിരിക്കും ഈ വേദന. ഇതുകൂടി ഞാൻ സഹിക്കാൻ തയ്യാറാ. നിങ്ങൾ ദുആ ചെയ്യണേ. പക്ഷേ ക്യാൻസർ അവിടം കൊണ്ട് നിന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് ബ്രസ്റ്റ് ഇല്ല. കഷ്ടത്തിന്റെ ഒരു ഭാഗം സർജറി ചെയ്ത് നീക്കം ചെയ്തു. ക്യാൻസർ അവിടം കൊണ്ട് നിന്നില്ല. ഈ റമദാന്റെ തൊട്ടടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ കാണാൻ ഞാൻ മുണ്ടക്കുറ്റി പോയിരുന്നു. എന്നെ സ്വീകരിച്ചിരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഒരു സന്തോഷ വാർത്തയുണ്ട് പറയാൻ. ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു പറയുന്നത് കേൾക്കാൻ. ഞാൻ വിചാരിച്ചു ക്യാൻസറിന്റെ ഏതെങ്കിലും ഒരെണ്ണം മാറി എന്നായിരിക്കും പ്രിയപ്പെട്ട സുനീറ പറയുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടിയുള്ള ഇരുത്ത. സുനീറ പറഞ്ഞത്, അസിസ്ക, ക്യാൻസർ അവിടെ നിന്നും പടർന്നിട്ടുണ്ട്, എൻ്റെ നട്ടലിലേക്കും അത് വ്യാപിച്ചു. ആരടുത്ത് ക്യാൻസർ ഉള്ള പ്രിയപ്പെട്ട സഹോദരി അടുത്ത് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു ഡസൻ തികച്ചിട്ടേ പോവുകയുള്ളൂ. എൻ്റെ നാഡിയലിലേക്ക് അത് കയറി, എടുപ്പലിൻ്റെ ഉള്ളിലേക്ക് അത് പോയി. ഇന്നലെ വിളിച്ചപ്പോൾ പറയാ, എൻ്റെ ലിവറിലേക്കും അതിൻ്റെ ചെറിയ ചെറിയ സൂചനകൾ വന്നിട്ടുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണേ. ഇടക്കിടക്ക് വിളിച്ച് പറയും, അസഹ്യമായ വേദനയാ, വേദന കൊണ്ട് ഞാൻ പുളയുകയാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ തന്നെ ആത്മധൈര്യത്തോടെ, ആത്മീയമായ ഒരു പിൻബലത്തോടു കൂടി അള്ളാഹ് തന്ന പരീക്ഷണത്തെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട സുനീറ നമ്മുടെ അതിഥിയ. ഒരു 4 ദിവസം മുമ്പ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വേറൊരു വർത്തമാനമുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവരെ വേദിയിലേക്ക് വിളിക്കുക. അസിസ്ക, ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷവതിയാ. ഞാൻ ചോദിച്ചു, എന്താ? പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവൻ കുറച്ചു കാലമായി എൻ്റെ കൂടെയാ. ആദ്യം പ്രവാസ ലോകത്താ. ഞാൻ മനസ്സിലാക്കി, എൻ്റെ പ്രിയപ്പെട്ടവനെ ഞാൻ ഇവിടുന്ന് വിട പറഞ്ഞു പോയാൽ എൻ്റെ മക്കൾ അനാഥരായി പോവില്ല എന്നെ ഉറപ്പെനിക്കുണ്ട്. എൻ്റെ ബാബയുടെ കയ്യിൽ എൻ്റെ മക്കൾ സുരക്ഷിതരാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുനീറ വീണ്ടും പറഞ്ഞു, ഞാൻ പോകുന്നത് അള്ളാന്റെ അടുത്തേക്കാണല്ലോ,
എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്കാണല്ലോ അസീസ്ക. ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ ലവലേശം എനിക്ക് പേടിയില്ല. ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന വേറൊരു വർത്തമാനം കൂടിയുണ്ട്. പ്രിയപ്പെട്ട സുനീറ പറഞ്ഞു, അസീസ്ക ഞാൻ ഭാഗ്യവതിയ. 9-10 ക്യാൻസർ റിപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട സുനീറ പറയുന്നത് ഞാൻ ഭാഗ്യവതിയ. മണ്ണമുള്ള ക്യാൻസർ റബ്ബ് എനിക്ക് തന്നില്ലല്ലോ. വെറുക്കപ്പെടുന്ന ക്യാൻസർ എനിക്ക് തന്നില്ലല്ലോ. വ്രണമൊലിക്കുന്ന ക്യാൻസർ എനിക്ക് തന്നില്ലല്ലോ. എന്നെ കാണുമ്പോ ആളുകൾ മൂക്ക് പൊത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ അറക്കുന്ന വറക്കുന്ന ക്യാൻസറിന്റെ തമ്പുരാൻ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട സുനീറ ജീവിതത്തിൽ രോഗികൾക്കൊരു വല്ലാത്ത മോട്ടിവേഷനാ. അതുകൊണ്ട് തന്നെയാ ഇന്ന് ഈ വേദിയിലേക്ക് വന്നത്. ഇന്ന് എറണാകുളത്തേക്ക് പോവും, ലക്ഷോറിലേക്ക് ഗംഗാധരം ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലേക്ക് വീണ്ടും പോവുക. 5 മണി കഴിഞ്ഞാൽ 6 മണിക്ക് അവർ യാത്രയില്ല. ഈ വേദിയിൽ വരാൻ വല്ലാത്ത ആഗ്രഹ. എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇത്രത്തോളം പടച്ച തമ്പുരാൻ പരീക്ഷണം കൊടുത്തിട്ടും ആത്മധൈര്യത്തോടുകൂടി ആത്മീയമായ ഒരു പിൻബലത്തോടുകൂടി നേരിട്ട പ്രിയപ്പെട്ട സുനീറ എല്ലാ രോഗികൾക്കും വലിയ മോട്ടിവേറ്ററാ. എല്ലാ രോഗികൾക്കും അവളെ കണ്ട് പഠിക്കണം. തളർന്നു പോകാതെ, തകർന്നു പോകാതെ, വീര്യം നഷ്ടപ്പെട്ടു പോകാതെ ഈ ലോകത്തെ വെല്ലുവിളിയോടുകൂടി പടച്ച തമ്പുരാൻ തന്ന ആ വലിയ പരീക്ഷണത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച പ്രിയപ്പെട്ട സഹോദരിയെ എഴുന്നേറ്റ് നിന്ന് നമുക്ക് സ്വീകരിക്കാം. ഈ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട സുനീറയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസീസ്ക പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. പ്രസംഗം അങ്ങനെയൊന്നും എനിക്കറിയില്ല. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളെ വീട്ടിൽ ഒരുപാട് ആളുകളെ വീട്ടിൽ എന്തായാലും രോഗികളുണ്ടാവാം. അത് ക്യാൻസറായിട്ടും കിഡ്നി പോയവരായിട്ടും പല രീതിയിലുള്ള രോഗികൾ നമ്മളെ അടുത്തുണ്ടാവാം. പക്ഷേ പെട്ടെന്ന് നമുക്കൊരു രോഗം വന്നു എന്നറിയുമ്പോൾ നമ്മളെ വീട്ടുകാരും നമ്മളെ ചുറ്റുവട്ടത്തുള്ളവരും നമ്മളും തകർന്നു പോകലാണ് പതിവ്. പക്ഷേ എനിക്ക് രോഗം വന്നപ്പോൾ മക്കളെക്കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ കുടുംബം അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എൻ്റെ ഉമ്മ, എൻ്റെ താത്തമാർ, എൻ്റെ ആങ്ങളമാർ, എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിമാർ, അവരുടെ മക്കൾ ചുറ്റും നിൽക്കുമ്പം എനിക്ക് എൻ്റെ രോഗത്തെക്കുറിച്ച് പേടി തോന്നിയിട്ടില്ല എന്നതാണ് സത്യം. സാമ്പത്തികമായിട്ട് വലിയ വലിയ ആളുകളൊന്നും അല്ല ഞങ്ങൾ. നമ്മളിൽ പലരും പേടിക്കുന്ന ഒരവസ്ഥ വരുന്നത് നമ്മുടെ സാമ്പത്തികം തന്നെയാണ്. കാരണം അത്രമേൽ വിലപിടിപ്പുള്ള മരുന്നുകളാണ് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ഭാഗത്ത് മാത്രം ക്യാൻസർ, അതായത് എൻ്റെ ബ്രസ്റ്റിലാണ്, വലത്തെ ബ്രസ്റ്റിലാണ് എനിക്ക് ക്യാൻസർ വന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്താൽ മാറുന്ന ഒരു രോഗമാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. പോയി കഴിഞ്ഞു. ഒരു 3-4 മാസത്തോളം ടെസ്റ്റുകളിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോയി. അപ്പോഴത്തേക്കും കൈയിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് എൻ്റെ ക്യാൻസർ എന്നെ ബാധിച്ചിരുന്നു. അപ്പോൾ അപ്പോഴും തകർന്നില്ല. കാരണം കൂടെ നിൽക്കാൻ, കരുത്തായിട്ട് കൂടെ നിൽക്കാൻ അസീസ്ക, ഒരുപാട് ജനങ്ങൾ, അസീസ്ഖാൻ്റെ പേര് മാത്രം എടുത്ത് പറയുന്നതല്ല കേട്ടോ, അസീസ്ക, ബായിക്ക, ബ്രായിക്ക, ആരിസ്ക, ഒരുപാട് ഈ വേദിയിലുള്ള ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പേടി തോന്നിയിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ പേടിയില്ല. കാരണം ഞാൻ ഇന്ന് ഇവിടെ വെച്ച് മരണപ്പെട്ടു പോയാലും എനിക്ക് ഉറപ്പാണ് ഞാൻ വലിയ തെറ്റുകളൊന്നും ചെയ്തില്ല. എൻ്റെ റബ്ബിനെ നേരിട്ട് കാണാൻ പോവുകയാണ് എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ വീട്ടിലൊക്കെ ക്യാൻസർ പേഷ്യൻറ്റുകളുള്ള വീടുകളില്ലേ? ഇല്ലേ? ആരും എന്താ മിണ്ടാത്ത? എല്ലാവരും ഇങ്ങനെ തരിച്ചിരിക്കുന്ന ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു സ്ഥലത്ത് 2 സ്ഥലത്തൊക്കെ ക്യാൻസറുള്ള പേഷ്യൻറ്റുകൾ ഉണ്ടാവാം അല്ലേ? എൻ്റെ വീട്ടിലും എൻ്റെ വല്യമ്മയും വല്യപ്പയൊക്കെ ക്യാൻസർ വന്നിട്ട് തന്നെയാണ് മരിച്ചത്. അള്ളാഹു ആഗ്രഹം വിളിച്ചായി കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് 2 സ്ഥലത്ത് പിന്നെ സ്കാനിങ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ക്യാൻസർ തന്നെയായിരുന്നു. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന പോലെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓരോ സ്ഥലത്ത് സ്കാനിങ് ചെയ്യുമ്പോഴും ഓരോ സ്ഥലങ്ങളിൽ എനിക്ക് ക്യാൻസർ വന്നുകൊണ്ടിരുന്നു. എന്തുകൊണ്ടോ എൻ്റെ റബ്ബ് എനിക്ക്
പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കും. അൽഹംദുലില്ലാഹ് ഇന്ന് വരെ ഞാൻ സന്തോഷവതിയാണ്. ഒരു പരാതിയും എനിക്ക് രോഗം തന്നതിന് എനിക്ക് റബ്ബേ നീ എനിക്ക് ഈ രോഗം തന്നല്ലോ എന്ന് ഈ നിമിഷം വരെ എൻ്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ മരണപ്പെടുന്ന നേരത്ത് പോലും അതെൻ്റെ റബ്ബിനോടൊരു പരാതിയായിട്ട് ഞാൻ പറയില്ല. കാരണം എൻ്റെ റബ്ബ് എനിക്ക് രോഗം തന്നപ്പോൾ ഈ ഭാഗത്ത് രോഗമാണ്, മറ്റൊരു ഭാഗത്ത് ഒരുപാട് എന്നെ താങ്ങി നിർത്തിയിട്ടുണ്ട് എൻ്റെ റബ്ബ്. കാരണം വലിയ 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 വിദ്യാഭ്യാസമൊന്നുള്ള ആളൊന്നുമല്ല ഞാൻ കേട്ടോ. ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് സുനീറ നിൻ്റെ ലിവറിന് ക്യാൻസർ ഉണ്ട് എന്നാണ് ലാസ്റ്റ് പറഞ്ഞത്. വളരെ നൈസായിട്ട് ലിവറിന് ബാധിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഡോക്ടർ, കാരണം 9 സ്ഥലത്തുണ്ടല്ലോ, 10ാമത്തെ ഞാൻ പ്രതീക്ഷിച്ചു, ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു സുനീറ നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഓങ്കോളജി, അതായത് വിംസ് ഹോസ്പിറ്റലിലെ ഓങ്കോളജി ഡോക്ടർ എന്നോട് ചോദിക്കുന്നതാണ്, സുനീറ നിനക്ക് ടെൻഷൻ ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ടെൻഷൻ അടിച്ചാൽ റബ്ബ് എൻ്റെ രോഗം മാറ്റുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് ഏത് ചെറിയൊരു തലവേദന വന്നാൽ പോലും ടെൻഷൻ അടിക്കുന്ന ഉമ്മമാരോടും സഹോദരിമാരോടും ഉപ്പമാരോടും എനിക്ക് പറയാനുള്ളത്, ടെൻഷൻ ആയതുകൊണ്ട് ഒരു രോഗം കൂട്ടാം എന്നല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. ഏത് രോഗത്തെയും, പ്രത്യേകിച്ച് ക്യാൻസർ രോഗം. നല്ലൂർനാട് ഹോസ്പിറ്റലിൽ ഞാൻ ഫസ്റ്റ് പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ എന്താ അറിയോ, അതെന്താ ഇവിടെ CH സെൻറ്റർ ഇല്ലേ? കാരണം എല്ലാ ക്യാൻസർ സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് ഞാൻ CH സെൻറ്റർ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ പോയപ്പോൾ മാത്രം CH സെൻറ്റർ കാണാതെ ഇപ്പം ഞാൻ ചോദിച്ചു, ബാവ എന്നാണ് ഹസ്ബൻഡിനെ വിളിക്കുന്നത്, ബാവ ഇവിടെ എന്താ CH സെൻറ്റർ ഇല്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞു അറിയില്ല, ഇവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്, നമുക്ക് CH സെൻറ്റർ ഇല്ലാന്ന് തോന്നുന്നു. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അസീസ്ക്ക് എന്നോട് വിളിച്ചു പറഞ്ഞു, സുനി ഇങ്ങനൊരു CH സെൻറ്ററിൻ്റെ ഒരു കാര്യമായിട്ടൊരു പരിപാടി നടക്കുക. അൽഹംദുലില്ലാഹ് നമുക്കാണ് അസീസ്, ഞാൻ നമ്മുടെ നല്ലൂർനാട് മാത്രമാണ് CH സെൻറ്റർ കാണാതിരുന്നത്, അതും വരികയാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങളെപ്പോലെയുള്ള രോഗികളിൽ ഞാൻ എന്നെയാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവാം, ഉറങ്ങാതെ കൂട്ടിരിക്കുന്ന ഉപ്പമാരുണ്ടാവാം, ഉമ്മമാരുണ്ടാവാം, എല്ലാവരും ഉണ്ടാവാം. കാരണം ഈ രോഗം ഉറക്കം കെടുത്തുന്നൊരു രോഗമാണ്. വേദനയുടെ അങ്ങേ അറ്റവും നമുക്ക് കാണിച്ചു തരുന്ന ഒരു രോഗം തന്നെയാണ് ക്യാൻസർ. അപ്പോൾ ചോദിക്കും കിഡ്നി രോഗം, അതും ശരിയാണ്. ഏത് രോഗത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും വളരെയധികം പ്രയാസപ്പെടുന്ന രോഗങ്ങളായിരിക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ രോഗങ്ങൾ പറയുമ്പോൾ, അതാ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ രോഗങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാം അതൊക്കെ എന്ത് പോട്ടെ, കാരണം 1 ലക്ഷം 2 ലക്ഷം 20 ദിവസം കൂടുമ്പോൾ കയറുന്ന ശരീരത്തിന് എന്ത് തലവേദന വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, ഈ ഒരു CH സെൻറ്റർ ഒരുപാട് രോഗികൾക്ക് സ്വാന്തനേകുന്ന ഒരു കാര്യമാണ്. ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെ നോക്കി, ഭർത്താവിനെ നോക്കി, ഭർത്താവിൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും നോക്കി ജീവിച്ചിരുന്ന ഞാൻ എൻ്റെ രോഗത്തിൽ കൊണ്ട് തിരിച്ചറിഞ്ഞ തിരിച്ചറിവുകളാണ് ഈ CH സെൻറ്ററും ക്യാൻസർ പേഷ്യൻറ്റുകളും അവരനുഭവിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം. അസീസ് ഖാനെ പോലെയുള്ള വലിയ വലിയ വ്യക്തികൾ നിങ്ങളെ അടുത്തേക്ക് വരുന്നതും ഞങ്ങൾക്ക് വേണ്ടി കൈനീട്ടുന്നതും അത്രത്തോളം വലിയൊരു പുണ്യമായി തന്നെ നിങ്ങൾ കാണണം. ഞങ്ങൾ എന്താ പറയുക, ഉറക്കെ ഒന്ന് കരഞ്ഞാൽ ഞാൻ മുണ്ടക്കുറ്റിന്നൊന്ന് ഉറക്കെ കരഞ്ഞാൽ ഓടിയെത്തും. കാരണം ഒന്നും ഇന്ന് വരെ ഒരു എന്താ പറയുക, ഒരു പുഞ്ചിരി അല്ലാതെ മറ്റൊന്നും തിരിച്ചു കൊടുക്കാതിരുന്നിട്ട് പോലും എൻ്റെ ബായിക്ക, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം സ്നേഹത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ ഒരു മടിയും കാണിക്കാതെ എൻ്റെ ബായിക്ക ബഷീർക, പല ആളുകളും, മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും എല്ലാവരും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഞങ്ങളെപ്പോലെയുള്ളവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി തന്നെയാണ്. അതിൻ്റെ റഹ്മത്തും ബർക്കത്തും നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും അള്ളാഹു ഏറ്റി തരും. എന്നും ഞങ്ങൾ ഏത് നേരവും ദുആ ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെയാണ്. അസീസ്ക പറഞ്ഞ പോലെ 10ാമത്തെ ഭാഗങ്ങളിലേക്കും ക്യാൻസർ ബാധിച്ചു എന്നറിഞ്ഞത് 2-3 ദിവസം മുമ്പാണ്. ടെൻഷനൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ 10 സ്ഥലത്ത് ക്യാൻസറോ, എങ്ങനെ രക്ഷപ്പെടാൻ? എനിക്ക് പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താക്കുക, എന്നെ ദുആയിൽ ഉൾപ്പെടുത്തുക. നമ്മളെ CH സെൻറ്റർ എത്രയും വേഗം ഇവിടെ വരണം. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സഹായിക്കുക. ഞങ്ങളെപ്പോലത്തെ രോഗികളെ ദുആ മാത്രം മതി, നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. കാരണം ഞങ്ങൾക്ക് കയറി വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണവും അവരുടെ ഒരു ചുണ്ടിലെ പുഞ്ചിരിയും തരുന്ന ആ ഒറ്റൊരു കാര്യം മാത്രം മതി നിങ്ങൾക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും രക്ഷപ്പെടാൻ. അതുകൊണ്ട് അതിനൊന്നും മടിക്കരുത്, അതിന് വേണ്ടതൊക്കെ ചെയ്യണം. എത്രയും വേഗം നമ്മുടെ വയനാട് ജില്ലയ്ക്ക് ഒരു CH സെൻറ്റർ വേണം.
പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ, രോഗികളായ വ്യക്തികളെ കാണുമ്പോൾ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിപ്പിക്കരുത്. ഞാനിപ്പോൾ ഒരുപാട് രോഗികളെ വീട്ടിലൊക്കെ പോവാറുണ്ട്. കാരണം മറ്റൊന്നല്ല, അവരൊന്ന് കാണാലോ, നമ്മളും ഏതായാലും ആ രീതിയിലാണല്ലോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പോയി കഴിയുമ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ വീട്ടിലേക്കാണെങ്കിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ യാതൊരുവിധ മടിയുമില്ലാതെ കുറേ ഉമ്മമാർ ആശ്വസിപ്പിക്കാനാണ് വരുന്നത്. ഓക്കെ, സന്തോഷം. എൻ്റെ വീട്ടിലും എന്നെ ആശ്വസിപ്പിക്കാൻ വരാറുണ്ട്. പോയി നിന്ന് കരയാനാണെങ്കിൽ നിങ്ങൾ ആരും പോവരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കരഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരാശ്വാസം അവർക്ക് കൊടുക്കണ്ട. കാരണം അത്രത്തോളം വേദന തിന്നുമ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങളെ ചുണ്ടിൽ നിന്ന് ഒരു പുഞ്ചിരി തന്നിട്ട് നീ തിരിച്ചു വരും, ആ ഒരു വാക്ക് മതി. നീ തിരിച്ചു വരും എന്നുള്ള ഒരു വാക്ക് മാത്രം മതി. പല ഹോസ്പിറ്റലിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടും നിന്റെ രോഗം മാറില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ഒറ്റൊരു കാര്യം മാത്രമാണ്, എൻ്റെ രോഗം മാറ്റാൻ ഡോക്ടർ മാത്രമല്ല ഉള്ളത്, എൻ്റെ റബ്ബുണ്ട്. എൻ്റെ റബ്ബ് മാറ്റും എൻ്റെ രോഗം. ഞാൻ ആ ഡോക്ടറിനെക്കാട്ടും വലിയ നിലയിൽ എൻ്റെ റബ്ബിനെ ഞാൻ കാണുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്ന്, RCC സെൻറ്ററിൽ നിന്ന്, പല ഹോസ്പിറ്റലുകളിൽ നിന്നും എൻ്റെ രോഗം മാറില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത്, ധൈര്യമായിട്ടിരിക്കെ. എൻ്റെ ഹസ്ബൻഡിനെ, എൻ്റെ ഉമ്മമാരെ, എൻ്റെ താത്തമാരെ, എല്ലാവരും, എൻ്റെ ആങ്ങളമാരെ, 4 ആങ്ങളമാർക്ക് ഞാൻ ഒറ്റൊരു പെങ്ങളേ ഉള്ളൂ. അപ്പം അവരെല്ലാവരെയും ഞാൻ ആശ്വസിപ്പിച്ചത് ഇത് പറഞ്ഞിട്ടാണ്, എൻ്റെ രോഗം എൻ്റെ റബ്ബ് മാറ്റാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റബ്ബ് മാറ്റട്ടെ. ഇല്ലേ, ഈ രോഗം കൊണ്ട് തന്നെയാണ് എന്നെ മരണപ്പെടുത്തുന്നത്. എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളെ നോക്കും, എൻ്റെ കുടുംബം എൻ്റെ മക്കളെ നോക്കും. എൻ്റെ റബ്ബ് എൻ്റെ മക്കളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ റസൂൽ എത്തിയുമായിട്ടില്ലേ, അതിലപ്പുറമൊന്നുമല്ലല്ലോ നമ്മൾ ആരുടെ മക്കള്. നമ്മളെന്നും ചിന്തിക്കുന്ന എന്താണെന്നറിയോ, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെ മക്കളാര് നോക്കും? പടച്ചോനെ, എൻ്റെ മക്കളെ ഇനിയിപ്പോൾ കല്യാണം കഴിച്ച അടുത്ത അമ്മായിയമ്മ പോരും കൊടുക്കും, അല്ല രണ്ടാനും. ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നും ഞമ്മക്കില്ല. നമ്മക്കായിട്ടത് നമ്മളെ റബ്ബാണെങ്കിൽ, നമ്മളെ മക്കളെ സൃഷ്ടിച്ചത് നമ്മളെ റബ്ബാണെങ്കിൽ തീർച്ചയായിട്ടും ആ റബ്ബ് ഒരു വഴി നമ്മളെ മക്കൾക്ക് കണ്ടിട്ടുണ്ടാവും. നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക. 4 വയസ്സുള്ള മക്കളുണ്ട് എനിക്ക്, ഇരട്ട കുട്ടികളാണ്. അപ്പോൾ ഇറങ്ങി പോരുമ്പോൾ എന്താണെന്നറിയോ പറയാ, ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഉമ്മച്ചി പോയിട്ട് കീമോ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് വന്ന്. അതെന്താണെന്നറിയോ, ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ രോഗം ഇന്നതാണ്. മക്കളെ, എൻ്റെ ഉമ്മച്ചിക്ക് രോഗം ക്യാൻസറാണ്. ക്യാൻസറിൽ കീമോ ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മച്ചിക്ക് ആശ്വാസം ഉണ്ടാവും. ചിലപ്പോൾ ഒരു 10-15 ദിവസം എനിക്ക് ഭയങ്കരമായ പെയിനായിരിക്കും. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ മക്കളെ മാറ്റി നിർത്താറില്ല. അവർക്ക് കൊടുക്കാൻ കഴിയുന്ന സന്തോഷമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്, സമാധാനങ്ങൾ കൊടുക്കാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മളെ മക്കൾ വേദനിച്ച് കഴിയുമ്പോൾ, നമ്മൾ വേദനിക്കുന്ന കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളെ മക്കളെ മാറ്റി നിർത്താം. കാരണം മക്കളെ അങ്ങ് മാറ്റി നിർത്തി നമ്മളെ വേദന കാണില്ലല്ലോ, അല്ലേ? പക്ഷേങ്കിൽ ഒന്ന് ചിന്തിക്കുക, നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സമാധാനമാണ് മനസ്സിൽ. നമ്മളെ മക്കൾ അത് തിരിച്ചറിയിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കൊരു ക്യാൻസർ രോഗം വന്നാൽ ആ രോഗത്തെ മക്കൾ തിരിച്ചറിയണം. നമ്മുടെ മക്കളായാലും ഭർത്താവായാലും കുടുംബമായാലും അത് തിരിച്ചറിയിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ എന്ത്, നമ്മളെ മക്കൾ വളരുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എത്ര ആൾക്കുണ്ട് ഉപ്പയും ഉമ്മയും ഉണ്ടോ? ഒരുപാട് ആളുകൾ ഉപ്പയും ഉമ്മയും ഇന്ന് ഖബറിലല്ലേ? നിങ്ങൾ ജീവിക്കുന്നില്ലേ? ഉപ്പയും ഉമ്മയും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു കാലം ഇല്ലേ? ഇന്ന് നിങ്ങൾ ഉപ്പയും ഉമ്മയും ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉപ്പയും ഉമ്മയും ഇല്ല. അപ്പൊ നമ്മുടെ മക്കള്, നമ്മളെ മുത്ത് റസൂലിന്റെ ഉപ്പയും ഉമ്മയും ഏത് വയസ്സ് പോയിട്ടുണ്ടായിരുന്നു? അന്ന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളോ സ്നേഹങ്ങളോ അല്ലെങ്കിൽ വലിയ ആർഭാട ജീവിതങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ റസൂല് ജീവിച്ചില്ലേ? എന്താ പറയാ, ലോകം മൊത്തം ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആ മുത്ത് റസൂല് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളും ജീവിക്കും. നമുക്കൊരു രോഗം വന്ന് കഴിയുമ്പോൾ അവരെങ്ങനെ ജീവിച്ചു പോകും, അവർക്കെങ്ങനെ ഷവർമ്മ കിട്ടും, അവർക്കെങ്ങനെ ബിരിയാണി കിട്ടും, ഇതൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ മക്കളെ മാന്യമായിട്ട് ജീവിച്ചു കൊണ്ടുപോകാനുള്ള ഓരോ സംവിധാനങ്ങളും നമ്മളെ CH സെൻ്ററായിട്ടും യത്തീംഖാനയായിട്ടും ഓരോരോ കാര്യങ്ങളായിട്ട് ഇവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ മക്കളെയും ഇവർ ചേർത്ത് പിടിച്ചിരിക്കും. ഒരു മക്കളെ കണ്ണീര് കാണാനും നമ്മളെ നേതാക്കന്മാർ സമ്മതിക്കുന്നില്ല. നമ്മുടെ അസീസ് ഖാനെ കുറിച്ച് പറയാൻ എനിക്ക് പറഞ്ഞാൽ തീരാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതാണ്. കാരണം സ്വന്തം ഒരു ഉമ്മാൻ്റെ വയറ്റിൽ പിറക്കണമെന്നില്ല, ഒരു സഹോദരി ആവണം എന്നുണ്ടെങ്കിൽ
അത് തീർച്ചയായിട്ടും എൻ്റെ അസീസ്ക തന്നെയാണ്. എനിക്ക് ഒരിക്കലും എൻ്റെ അസീസ്ക എന്ന് ഞാൻ പറയുന്നത് അത്രത്തോളം എന്നെ എന്താ പറയുക, നിങ്ങൾ വിചാരിക്കും കുറച്ച് പൈസ കൊണ്ട് സഹായിച്ചോ, അല്ല കേട്ടോ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പുഞ്ചിരിയോടുകൂടി എൻ്റെ രോഗത്തെ ഓരോ പ്രാവശ്യവും നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അസീസ്കയും എൻ്റെ ബായിക്കയും എൻ്റെ ബഷീർക്കയും ഇവിടെ ഇരിക്കുന്ന പല ആളുകളും എൻ്റെ അടുത്ത് വന്ന് എനിക്ക് തന്ന എൻ്റെ മോട്ടിവേഷൻ തന്നെയാണ്. നീ എത്രത്തോളം ജീവിക്കുന്നോ, എത്രത്തോളം നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ, അത്രത്തോളം ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ ധൈര്യത്തെ വിടരുത്. അൽഹംദുലില്ലാഹ് ഇന്ന് വരെ ഒരു ടെൻഷനും എനിക്ക് തോന്നിയിട്ടില്ല. മിഞ്ഞാന്നാണ് എൻ്റെ ലിവറിന് ബാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എനിക്ക് റിപ്പോർട്ട് തന്നത്. ഇന്ന് ഞാൻ പോവുകയാണ് എറണാകുളത്തേക്ക്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ CH സെൻ്ററിൻ്റെ പണിയൊക്കെ തുടങ്ങട്ടെ. എന്നിട്ട് നമുക്ക് എന്താക്കാം, ഓരോ രോഗികളെയും ചേർത്ത് പിടിക്കാം. നിങ്ങൾ ഒരുപാട് പൈസ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നില്ലേ? ഒരു കല്യാണം വന്ന് ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ അടുത്ത കല്യാണത്തിന് വേറെ സാരി വേണം എന്ന് ചിന്തിക്കുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും. ഒരു ആഭരണം ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അതവർ കണ്ടല്ലോ, ഇനിയിപ്പോൾ അടുത്ത കല്യാണത്തിന് ഏതിടും എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ ഓർക്കണം, ഒരു നേരത്തെ കീമോന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ മുമ്പിൽ കൈനീട്ടുന്ന ഒരുപാട് മക്കളും ഒരുപാട് ഇക്കമാരും ഒരുപാട് ഇത്തമാരും ദുനിയാവിൽ ജീവിക്കുന്നുണ്ട്. അവർ കണ്ണീര് കുടിക്കുന്നുണ്ട്, വല്ലാതെ ഭയങ്കര വേദന തിന്നുന്നുണ്ട്. കാരണം ഈ അവസ്ഥയിൽ എനിക്ക് ആ വേദന നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. കാരണം എൻ്റെ കൂടെ ചികിത്സ ചെയ്യുന്ന പലരും ചികിത്സ നിർത്തേണ്ട ഒരവസ്ഥ പോലും വന്നിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പണത്തിൻ്റെ ഇത് തന്നെയാണ്. നിങ്ങളെന്താക്കുക, നിങ്ങൾ ആവശ്യത്തിന് ഡ്രസ്സ് എടുത്തോ, ഒറ്റ തീരുമാനം എടുത്താൽ മതി. ഞാൻ എടുക്കുന്ന ഒരു സാരീൻ്റെ പൈസ ഒരു രോഗിക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ അവർക്കൊരു കീമോ ചെയ്യാൻ കൊടുക്കും എന്ന് നിങ്ങൾ നിയ്യത്താക്കി കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് ചൊരിയും. ഉറപ്പായിട്ടും ഈ ഒരു സ്റ്റേജിൽ ഇത്രയും ആളുകളെ ഇടയിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഉമ്മമാർക്കൊക്കെ അതിന് കഴിയും. ഒന്നും വേണ്ട. ഭർത്താവ് വൈകുന്നേരം പണി കയറി വരുന്ന ഒരാളാണെങ്കിൽ 10 രൂപ എടുത്ത് മാറ്റി വെക്ക്. അതിന് ഭർത്താവിനോട് പറയാം, എനിക്ക് എല്ലാ ദിവസവും ഒരു 10 രൂപ വേണം. എന്തിനാന്ന് ചോദിക്കും, ഞാനൊരു കിഡ്നി രോഗിക്ക് ഒരു ഡയാലിസിസിന് പൈസ കൊടുക്കാൻ പോവാ, അല്ലെങ്കിൽ ഞാനൊരു CH സെൻ്ററിന് ഒരു പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്കത് വേണം എന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക്. എന്ത് സംഭവിക്കുന്ന അറിയാം, മാറ്റങ്ങൾ സംഭവിക്കട്ടെ, നമ്മളെ വീട്ടിൽ സംഭവിക്കട്ടെ. അത് പറഞ്ഞാൽ തരാത്ത ഭർത്താക്കന്മാരൊന്നും അല്ല ഇവിടെ വെള്ളമുണ്ടയോ മുണ്ടക്കുറ്റിയോ നമ്മുടെ വയനാട് ജില്ലയിലൊന്നും ഉള്ളത്. നമ്മളത് ചെയ്യാന്നുള്ള തീരുമാനമാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇന്ന് തൊട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. എന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളൊരു 10-20 ആൾ, ഇത് അസീസ് ഖാൻ്റെ നമ്പർ ഉണ്ടാവും ഇവിടെ, നിങ്ങൾ വിളിച്ചിട്ട് ഒരു 10 പെണ്ണുങ്ങൾ കൂടിയിട്ട് ഞാൻ ഇത്ര ആളുകൾ കൂടിയിട്ട് ഞങ്ങൾ ഇത്ര ഒരു പൈസ CH സെൻ്ററിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രോഗിക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അസീക്ക. അത് ഞങ്ങളൊരു നല്ല തീരുമാനമാണ്, ഞങ്ങൾക്ക് നാളെ ആഖിറത്തിലേക്ക് വേണ്ട ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഞങ്ങളത് കൊടുത്തിരിക്കും. അതുകൊണ്ട് അസീസ്ക്ക് എന്ത് ചെയ്യണോ, ഞങ്ങൾക്ക് അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത നേതാക്കന്മാരോ ആളുകളോ അല്ല ഇവിടെ ഉള്ളത്. നല്ല നല്ല മനുഷ്യന്മാരാണ്. അതിൽ ആ ഒരു 10 രൂപ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് എഴുതി വെച്ചോ, നിങ്ങൾക്ക് 10 രൂപക്ക് ലക്ഷക്കണക്കിനായിട്ട് നിങ്ങളെ ഭർത്താവിനും കുടുംബത്തിനും അതിൻ്റെ ബർക്കത്ത് ചൊരിഞ്ഞിരിക്കും റബ്ബ്. കാരണം കണ്ണീരൊപ്പുന്നതിൻ്റെ കൂടെ തന്നെ അള്ളാഹു നിൽക്കുള്ളൂ. അല്ലാതെ നമ്മളെ സൗകര്യം നോക്കി നമ്മൾ ആർഭാടം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെയും റബ്ബ് നിൽക്കൂല. കാരണം അത്രത്തോളം വേദനിക്കുന്ന വ്യക്തികളെ കണ്ടിട്ട് മരവിച്ചൊരു മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ, നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ എവിടെയും ചെയ്യണം. അത് ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ ഒരു പുഞ്ചിരി കൊണ്ടായിക്കോട്ടെ. ഒരു രോഗിയെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നിങ്ങൾ അന്നത്തെ ദിവസം നല്ല ദിവസമായി എന്ന് കണക്കാക്കിക്കോളി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വ്യക്തികളെയും ചേർത്ത് നിർത്തുക. എന്നെപ്പോലെയുള്ള ഓരോ വ്യക്തികളെ ഇവർ ചേർത്ത് നിർത്തിയിട്ടാണ് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത്. ഒരിക്കലും എന്താക്കരുത്, ഞാനും ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ജീവിച്ച ഒരു പെൺകുട്ടിയാണ്. അതിൻ്റെ വിഷമവും കൂടിയാണ് എൻ്റെ മനസ്സിൽ ഇന്ന് ആവോളുള്ളത്. പഠിച്ചോനെ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, ഇത്രയും രോഗികൾ ജീവിച്ചിരിക്കുമ്പോഴും ഞാൻ സന്തോഷത്തോടു കൂടി ജീവിച്ചല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യാൻ. ഞാനിന്ന് എറണാകുളത്തേക്ക് പോവുകയാണ്, അവിടെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടെ അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരി,
ഔപചാരികതക്കപ്പുറം ഞങ്ങളുടെ നന്ദി പ്രാർത്ഥനയിലേക്ക് നീക്കിവെക്കുന്നു.